നിങ്ങൾ ശരിക്കും എന്താണ് എഡ്യൂക്കേഷൻ, നിങ്ങൾ എന്തൊക്കെ പഠിച്ചത്? ഞാൻ എൻ്റെ ബേസിക് +2 ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ഡിഗ്രി മറ്റേ കോർപ്പറേറ്റ് കോളേജിൽ നിന്ന് പഠിച്ചായിരുന്നു. എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, ഫീസൊക്കെ കുറച്ച് സാമ്പത്തികമായ ബുദ്ധിമുട്ട് കാരണം അത് ഡ്രോപ്പായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ PDFT എന്ന് പറഞ്ഞിട്ട് ഫിറ്റ്നസ് ട്രെയിനിങ്ങിൻ്റെ ഒരു കോഴ്സ് പഠിച്ചായിരുന്നു. അതും ഡൽഹി പോലീസായിട്ട് സാമ്പത്തികമായ കുറച്ച് ഇതുണ്ടായതുകൊണ്ട്, പ്രതിസന്ധി നേരിട്ടതുകൊണ്ട് അത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഏതെങ്കിലും ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നിന്ന് പോകുന്നു. കണ്ടന്റ് ക്രിയേഷൻ മാത്രമായിട്ട്. നമ്മൾ സൊമാറ്റോ ഒക്കെ ഓടുന്നുണ്ട്, സ്വിഗ്ഗിയൊക്കെ പോകും. വൈകിട്ടൊക്കെ ആകുമ്പോൾ ടൈം കിട്ടുമ്പോൾ സാമ്പത്തികമായി കുറച്ച് അതിൻ്റെ ഒഴിവ് സമയങ്ങളിൽ പോകാറുണ്ട്. ഇപ്പം ഇത് തന്നെ പരിപാടി. സോഹൻ ശരിക്കും എന്താ പഠിച്ചത്? ഞാൻ എഞ്ചിനീയറിംഗ്. എന്തായിരുന്നു? ഞാൻ കമ്പ്യൂട്ടർ സയൻസ്. അത് കഴിഞ്ഞിട്ട് വർക്കിന് പോയില്ല? അത് കഴിഞ്ഞിട്ട് ഒരു മാസം പോയി. അത് കഴിഞ്ഞ് പിന്നെ സീരിയൽ ഞാൻ പറഞ്ഞില്ലേ, കോമഡി സ്റ്റാർസ് തീർന്നപ്പോഴത്തേക്ക് ഒരു ചോദ്യചിഹ്നമായി, ഇനി എന്ത് ചെയ്യും, ഒന്നും ഇല്ലല്ലോ. അങ്ങനെ ജോലിക്കുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി വന്നപ്പോഴത്തേക്കും. കോമഡി സ്റ്റാർസിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? കോമഡി സ്റ്റാർസ് അത് നമ്മളെ ഫസ്റ്റ് ചെല്ലുമ്പോൾ എവിടെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ലല്ലോ, നമ്മൾ പിടിച്ച് നിൽക്കണമല്ലോ. അപ്പം അതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സീനിയോറിറ്റി അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവരെല്ലാം പിന്നെ വന്ന് അവിടെ നിന്ന് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് റാഗിങ് അല്ല, അത് പണി കൊടുത്തു. അപ്പം ഇത് കഴിഞ്ഞ് ഇവരെല്ലാം ഇപ്പം ഒരു ചേട്ടൻ അനിയൻ ബന്ധമാണ് ഇപ്പോൾ എല്ലാവരുമായിട്ട്. പക്ഷെ അന്നും നമ്മളെ ഭയങ്കര സ്നേഹത്തോടെ, കുട്ടിയകലൊക്കെ ഇല്ലേ, അവരൊക്കെ അന്നും ആ ഒരു സീനിയോറിറ്റി ഇല്ലാത്തൊരു മനുഷ്യനാണ്. കുട്ടികൾ അങ്ങനെ ഒരുപാട്, രതീഷ് സിനിമയിലൊക്കെ ഉള്ള രതീഷ് അണ്ണനില്ലേ, മറ്റേ പാമ്പിനെ കൊണ്ട് വരത്തില്ല, ഏത് പടത്തിൻ്റെ പേര് മറന്നുപോയി, വിജുമേനൻ്റെ പടത്തിൽ പാമ്പിനെ കൊണ്ടുവരത്തില്ലേ ബസ്സിൽ നിന്ന്, തെക്കൻ തല്ലേസിൽ രതീഷ് അണ്ണനില്ലേ, തെക്കൻ തല്ലേസ്. അപ്പം അവരൊക്കെ അങ്ങനെ സീനിയോറിറ്റി കാണി, നമ്മളൊരു അനിയനെ പോലെ ചേർത്ത് നിർത്തും. അപ്പം ഞാൻ അവിടെ നിന്ന് പഠിച്ചൊരു കാര്യമുണ്ട്, എന്ന് വെച്ചാൽ നമ്മളെ കൂടെ ഉള്ളവരെ ചേർത്ത് പിടിച്ച് നിർത്തിയാൽ, ഇപ്പം രതീഷ് അണ്ണൻ്റെ ടീമിൽ എന്തെങ്കിലും ഒരു അവരെ എലിമിനേഷൻ റൗണ്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുവാണെങ്കിൽ എല്ലാവരും വരും. അവർക്ക് അങ്ങനെയാണ് സ്കിറ്റ് ഉണ്ടാക്കുന്നത് കോമഡി സ്റ്റാർസിൽ. അവരൊരു ത്രെഡ് ഉണ്ടാക്കും, ആൾക്കാർ അങ്ങോട്ടും സംസാരിക്കും, വേറെ ആൾക്കാർ അതിനകത്ത് ഇൻവോൾവ് ആവും, അങ്ങനെയാണ് ആ സാധനം പോകുന്നത്. അപ്പം അവർക്കൊരു പ്രശ്നം എല്ലാവരും വരും. മേളിൽ എത്തുമ്പോൾ ഒറ്റയ്ക്ക് ആയിക്കഴിഞ്ഞാൽ അവിടെ നിലനിൽക്കാൻ പറ്റത്തില്ല. ടീമായി നിന്നാലേ, മീൻസ് എല്ലാവരും ഒരുമിച്ച് നിർത്തിയാലേ നമുക്കവിടെ നിലനിൽക്കാൻ പറ്റും. അപ്പം അങ്ങനെ കുറേ സ്ട്രഗിളുകൾ ഉണ്ടായിരുന്നു ആദ്യം. പിന്നെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർക്ക് മനസ്സിലായി എൻ്റെ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്നെ ഇപ്പം രതീഷൻ്റെ ടീമിലായാലും സോളമൻ ചങ്ങനാശ്ശേരി അങ്ങനെ അവരുടെ ടീമിലൊക്കെ എന്നെ ത്രൂഔട്ട് നിർത്തി. സീസൺ 3 ലാസ്റ്റ് വരെ ഞാൻ ഉണ്ടായിരുന്നു, ഫൈനൽ വരെ ഞാൻ ഉണ്ടായിരുന്നു. സമയത്ത് എൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറിയതൊക്കെ അവിടെ നിന്ന് ഒട്ടായി പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ കോമഡി മാസ്റ്റേഴ്സ്, അത് കഴിഞ്ഞ് ഒരു സീരിയലിലൊരു ചെറിയ വേഷം, സൈഡ് വില്ലൻ്റെ സൈഡായിട്ട്. അത് കഴിഞ്ഞ് പിന്നെ കോമഡി മാസ്റ്റേഴ്സിൽ കിട്ടി, അവിടെ ഒരു 4 മാസം. പിന്നെ മിതാലിയുടെ യൂട്യൂബ് ചാനൽ. കോമഡി സ്റ്റാർസ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചോദ്യചിഹ്നമായിരുന്നു. ആരെയും കോമഡി സ്റ്റാർസ് പെട്ടെന്ന് തീരുമെന്ന് വിചാരിച്ചില്ല. എന്താണ്, എന്ത് ചെയ്യും എന്നുള്ള കുറേ കാര്യങ്ങൾ. അങ്ങനെ ഈ പഠിച്ച ജോലി മേടിക്കാനുള്ള കാര്യങ്ങൾ നോക്കി അവിടെ 1 മാസം വർക്ക് ചെയ്തപ്പോഴത്തേക്ക്, 1 മാസം തികച്ചില്ല, അതിന് മുമ്പ് സീരിയൽ കിട്ടിയപ്പോഴത്തേക്കും അവിടെ ഒരു 2 മാസം നിന്നു, സീരിയൽ നിന്നു. അപ്പോഴത്തേക്കും കോമഡി മാസ്റ്റേഴ്സ് കിട്ടി. പിന്നെ സീരിയലെല്ലാം കളഞ്ഞ് കോമഡി മാസ്റ്റേഴ്സിൽ പോയി 4 മാസം നിന്നു, കാര്യങ്ങൾ ചെയ്തു. പക്ഷേ നല്ല കോമഡി മാസ്റ്റേഴ്സ് എനിക്കൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. അക്സെപ്റ്റൻസ് കിട്ടി. ഞങ്ങളുടെ വീഡിയോ 1 മില്യൺ കയറിയായിരുന്നു അവിടെ കോമഡി മാസ്റ്റേഴ്സ്. ഫസ്റ്റ് വീഡിയോ തന്നെ ഭയങ്കര റീച്ചായിരുന്നു. അതിൻ്റേതായൊരു നമുക്കൊരു മുൻഗണനയും തരുന്നുണ്ടായിരുന്നു അവർ. അത് കഴിഞ്ഞ് യൂട്യൂബ് ചാനൽ കയറി, മിതാലിയുടെ യൂട്യൂബ് ചാനൽ കയറി. അത് വൈഡ്ലി അക്സെപ്റ്റഡായി. എന്തൊരു ഭാഗ്യത്തിന് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടേതായിട്ട് സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങി. അപ്പം ഇങ്ങനെ പോന്നു. അടുത്തത് നമ്മളൊരു ഗെയിമിലേക്ക് പോവാണ്. ഈ ഗെയിം എന്ന് വെച്ചാൽ ഇതിനകത്ത് കുറച്ച് സിനിമ ആക്ടേഴ്സിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ ഓരോ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സിന് ഏത് പേരാണ് കൊടുക്കുക എന്നുള്ളതാണ് പറയേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ഞാൻ തുടങ്ങണം. എല്ലാവരും കൂടിയായിട്ട് പറഞ്ഞു. മോഹൻലാൽ, കൂട്ടത്തിലെ നടൻ, നടി.
മോഹൻലാൽ സ്വയം ടാഗ് ഇല്ല അത്രയ്ക്കൊന്നും ആയിട്ടില്ല ഞാൻ. മോഹൻലാൽ കൂട്ടത്തിൽ നടന്ന ഹാഷിർ ആണ് മോഹൻലാൽ. ഓക്കെ. അതെന്താ ഹാഷിറിന് മോഹൻലാലിന്റെ ആള് കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കണ്ടന്റ് ഒക്കെയാണ് ചെയ്യുന്നത്. മാത്രമല്ല നമുക്ക് അത് ആ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യാറുണ്ട്. ഇങ്ങനെ മോഹൻലാലിന്റെ പഴയ കാലത്തെ കുറച്ച് ഇതൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ. ഹാഷിറിനെ കണ്ടാൽ മോഹൻലാലിന്റെ മാനറിസം ഉണ്ടെന്നാണ് അനസ് പറയുന്നത്. ഹാഷിറായിട്ട് എങ്ങനെയാണ്? ആഷിറുമായിട്ട് കമ്പനിയിൽ ആഷിർ നമ്മൾ അറിയാമെന്ന് നമ്മളൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു. സോനിയുടെ വീഡിയോ ചെയ്യുന്നതല്ലേ ഇങ്ങനെ പണ്ട് അത് തുടങ്ങിയ സമയത്ത്. അത് ഞാൻ ഇടയ്ക്കൊക്കെ ഞാൻ വണ്ടിയിലും കണ്ടു വെച്ച് കണ്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് റീൽസൊക്കെ വെച്ചിട്ടാണ്. ഓക്കെ, അടുത്ത ശ്രീനാഥ് ബാസി ബാസി പറയാനായിട്ട് അജു ബോങ്കോ ഇരിക്കട്ടെ. അജു ബോങ്കോ നമ്മുടെ സുഹൃത്താ. എന്തുകൊണ്ടാണ് ചോദിക്കട്ടെ, അടുത്ത പിടിക്കുക. അജു ബോങ്കോ നമ്മളെ കൂടുതലുള്ള ആൾക്കാരെ പറയാം, അതാകുമ്പോഴേക്കും നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും. ശ്രീനാഥ് ബാസി വെച്ച് എന്തെങ്ങനെ കമ്പയർ ചെയ്യും? ശ്രീനാഥ് ബാസി വെച്ച് ഇമാരെയൊക്കെ ഈ ദരിദ്രവാസികളൊക്കെ ശ്രീനാഥ് ബാസി കേട്ട് എന്ത് വിചാരിക്കും? ശ്രീനാഥ് ബാസി ഒന്നും വിചാരിക്കത്തില്ല. ആണോ? ഹരി നടനം, പിന്നെ പുള്ളിയുടെ സ്വഭാവം, പിന്നെ ഈ ശ്രീനാഥ് ബാസിയുടെ ഹരിയുടെ ചുണ്ടു. പിന്നെ ശ്രീനാഥ് ബാസി ഹരി പാട്ട് പാടും, ശ്രീനാഥ് ബാസി പാട്ട് പാടും. ശ്രീനാഥ് ബാസി മറ്റേ ശ്രീനാഥ് ബാസിയുടെ പാട്ട് പാടും. അങ്ങനെ പാടിയാ ഹരി പാടുന്ന എനിക്ക് ഞാൻ സത്യം ഞാൻ പാടിക്കഴിഞ്ഞാൽ ക്യാമറയൊക്കെ ഓഫ് ചെയ്യേണ്ടി വരും. എനിക്ക് പാട്ടുകളുടെ വരി കറക്റ്റ് അറിയത്തില്ല. എന്ത് അരി അരി ഒന്ന് പാടരി, കഷ്ടമുണ്ടരി. ഞാൻ അടുത്തത് തുറക്കട്ടെ. വിനായകൻ. വാ തുറന്ന പിഴച്ചു വർത്താനം മാത്രമേ വരത്തുള്ളൂ. അതല്ല ഒരു നടൻ മറ്റേ ഈ കമ്മട്ടിപ്പാട് നടന്നവര് അതാണ് പുള്ളി എന്ത് കൊടുത്താലും ഇതാണെങ്കിൽ ശ്യാമോ അതാണ് റൂം കൊടുത്താലും ശ്യാം ഒക്കെ ഒറ്റ അതേ കണക്കാ പുള്ളി മറ്റേ ജയിലർ സിനിമയ്ക്കകത്തില്ലേ എന്നാ വരുമെന്ന് വിചാരിച്ച ആ രീതിയിൽ സംസാരിക്കില്ലേ, കണക്കാ പുള്ളിക്ക് വന്നിട്ട് ക്യാമറ ഓണാക്കി എന്ത് പറയണ്ടേ ആ രീതിയിലേക്ക് സംസാരിക്കില്ലേ. മേടിച്ചിരാന്ന് പറഞ്ഞ ടേക്ക് ഞാൻ കൂടുതൽ പോകും, എല്ലാരെ കൊണ്ട് കൂടുതൽ പോയിപ്പിക്കുകയും ചെയ്യും. പെർഫെക്ഷൻ ഇല്ല, നമ്മൾ അതേപോലെ വിചാരിച്ചോടെ കിട്ടാനായിട്ടൊരു. പക്ഷേ ഇപ്പം അങ്ങനെ വലിയ ടേക്കുകൾ പോകാറില്ല, നമ്മളെ എടുത്തു പോകും. ആദ്യമൊക്കെ പോകുമായിരുന്നു. പിന്നെ സമയമില്ലെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് റീൽ എടുത്ത് തരും. വൈകിട്ട് 2-4 വീഡിയോ 5:30 വീഡിയോ ഉണ്ടെങ്കിൽ 3 മണിക്ക് തുടങ്ങിയാൽ 3:10 തീർക്കും. സമയം ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ സമയം എടുക്കും. കൂടുതൽ സമയമെടുത്ത വീഡിയോ ഒരിക്കലും കയറത്തില്ല. ഒരു പാവാടയുടെ വീഡിയോ രാവിലെ പോയി ഷൂട്ട് ചെയ്ത് വന്ന് എന്നിട്ട് ആൾക്കാരെ കാണിച്ച് കൊള്ളത്തില്ല, എന്നെ ഇങ്ങനെ മാറ്റണമെന്ന് പറഞ്ഞ് 11 മണിക്ക് പോയി, അല്ല ഉച്ചയ്ക്ക് പോയി, വൈകിട്ട് പോയി, പിറ്റേ ദിവസം പോയി എടുത്തിട്ട് കയറിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിൽ റീടേക്ക് പരിപാടി നടക്കത്തില്ലെന്ന്. ഉർവശി, അയ്യോ ആളുണ്ട്, സ്നേഹ മനീഷ്. അയ്യോ പോയി കേട്ടോ ആള്. പക്ഷെ UK എന്താ അറിയില്ല, ഞങ്ങളുടെ കൂടെയുള്ള പെണ്ണുങ്ങളെല്ലാം UK, ലണ്ടൻ എല്ലായിടത്തും ഗൾഫ് രാജ്യങ്ങൾ. കൂടെ ചെയ്യുന്ന പെൺകുട്ടികളെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. ഞങ്ങളെ കൂടെ അഭിനയിക്കുന്ന എല്ലാരും UK, ദുബായ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകണമെന്നുണ്ടോ? ഓസ്ട്രേലിയ, ബംഗ്ലാദേശ്, സ്വീഡൻ, 4 വീഡിയോ വിളി വരും. അല്ലെങ്കിൽ ദുബായിൽ ജോലി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും പോയി, നമ്മൾ മാത്രം ഇരിക്കുന്നു. അപ്പൊ ആള് നല്ല അഭിനയമാണ്. കുറെ വീഡിയോസ് നമ്മുടെ മറ്റേ ഉള്ള വീഡിയോ ഒക്കെ ഉണ്ടല്ലോ കണ്ണാപ്പി. ഞങ്ങള് ഒരു 35 അതൊരു നല്ലൊരു പങ്കുണ്ട് സ്നേഹ മനീഷിന്.
നമ്മൾ ചെയ്ത വീഡിയോയിൽ അത്യാവശ്യം നല്ലൊരു പ്രാധാന്യം പുള്ളിക്കാരി അറിയിക്കുന്നുണ്ട്. അപ്പം നല്ല ആക്ടിങ് ആണ് ഉർവശി. അടുത്ത് തുറക്കട്ടെ. സോഹൻ അല്ലെ പറ. ധ്യാൻ ശ്രീനിവാസൻ. ധ്യാൻ ശ്രീനിവാസനെ ഞാൻ പറയുമ്പം അനസ്. അതെന്താ അനസ്? അനസ് ചെയ്യുന്ന പടമല്ലേ ഇറ്റ അല്ലു പറഞ്ഞായിരുന്നു പടം. ഇവന്മാര് വീഡിയോ എടുക്കും മറ്റേ എന്താണ് കട്ട് ചെയ്യുന്ന ഷോട്ടാ എന്തിനാണ് അഭിനയിപ്പിക്കുന്നത്? കട്ട് ചെയ്യാനാ ഇവന്മാരെ കാണൂ റീലില് വീഡിയോയിൽ. അപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഒരു സംഭവം ഉണ്ട്, എടുത്ത് വെച്ചേക്കാം. ആദ്യമൊക്കെ എടുക്കണം ചെയ്യാം. പിന്നെ ഞാൻ റീൽ വരുമ്പം എടാ ഇതിനകത്ത് കാണുന്നില്ലല്ലോ എന്നെ. അത് ഭയങ്കര ലെങ്ത് ആയിരുന്നു. അപ്പം ഞാൻ കട്ട് ചെയ്ത് പിന്നെ ഇടയ്ക്ക് എല്ലാരും കട്ട് ചെയ്യും. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ട് തമാശ പറഞ്ഞ എല്ലാം അനുസിന്റെ തലയിലാക്കി. ഇതിലിപ്പോ നമ്മള് വേറെ ഇൻഫ്ലുവൻസറിനെ നോക്കുകയാണെങ്കിൽ ധ്യാൻ ശ്രീനിവാസൻ പട്ടാർക്ക്. ആരെ പറയും പറ. വിനീത് ശ്രീനിവാസൻ. അയാള് നല്ല ഇൻഫ്ലുവൻസറാ. നമ്മള് ധ്യാൻ ശ്രീനിവാസൻ ആരുണ്ട് ആൾക്കാരെ കുറിച്ച് കള്ളം പറയുന്നു. നമ്മളൊരു ഇത് പറയുന്ന കേൾപ്പ്. ഇപ്പൊ നമ്മളെ ഇടയിലുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. മീൻസ് നമ്മൾ ഇപ്പൊ ആൾക്കാരെ അറിയാവുന്നേ ഉള്ളൂ. നമുക്ക് കമ്പനി ഉണ്ട്, അതില് അവരെ ഒരുപാട് ഇടപെടിയിട്ടില്ലല്ലോ. ഭയങ്കര കമ്പനി ആയിട്ടുള്ള ഒരു വേറെ നമ്മളെ കൊല്ലത്തുള്ള എല്ലാവരും അത്യാവശ്യം കമ്പനിയാണ്. GP, സോഡ്ജ്, അജു, അങ്ങനെ ആ ഒരു ഗ്യാങ് ഉണ്ടല്ലോ, VQ. പിന്നെ ഓരോരുത്തരോരുത്തരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സൂപ്പർ ഹീറോ പരിചയപ്പെടുന്നു. അതേപോലെ ഓരോരുത്തരോരുത്തരെ പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ അവരായിട്ട് കമ്പയർ ചെയ്ത് സംസാരിക്കുമ്പോഴേതായ പ്രശ്നങ്ങളുണ്ടാവും. എന്താ പറയാ, ഒന്നും അറിയാതെ നമ്മൾ അവരെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. എങ്ങനെ നൈസിന് സ്കൂട്ടായി പോകുന്നുണ്ട്. അടുത്ത് തുറക്കട്ടെ. രശ്മിക മന്ദാന. സ്നേഹ ഏതൊരു ഇവിടെ വെഡ്ലാൻഡ് എന്തിൻ്റെയോ ഇനാഗുറേഷന് പോയി. അപ്പോഴത്തേക്കും ഇവന്മാരെ കൂടുതൽ ഇൻഫ്ലുവൻസേഴ്സ് ആർക്കും രശ്മികയായിട്ട് ഇന്നൊരു ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഇവരെല്ലാം കൂടെ രശ്മിക മാടന്നടയാക്കി സെൽഫി എടുത്ത് ഇൻസ്റ്റയിലിട്ട്. പിന്നെ മമ്മൂട്ടി സ്റ്റൈല് അരി സ്റ്റൈലിഷാണ്. നല്ല സ്റ്റൈലായിട്ട് അരി എല്ലാം ഫസ്റ്റ് ടേക്ക് ആയിരിക്കും. പക്ഷെ ഫസ്റ്റ് ടേക്ക് പൊളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കമ്പനി 10 ടേക്കേ പറഞ്ഞിട്ടുള്ളൂ. അതിനുള്ളിൽ റെഡി ആയിക്കോളും. മിക്കവാറും എല്ലാം അടിപൊളിയായിരിക്കും. ഫസ്റ്റ് ടേക്ക് റെഡി ആക്കും. പക്ഷെ ഫസ്റ്റ് ടേക്ക് പൊളിഞ്ഞ വിഷയം. ഇല്ല ചുമ്മാ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്ന കേട്ടോ. ജഗതി സൂപ്പർ എക്സ്പ്രഷൻ, അടിപൊളി എക്സ്പ്രഷൻ. അപ്പൂപ്പൻ, മാമൻ, പിന്നെ അവര് എല്ലാരും അടിപൊളിയായിട്ട് പുകഴ്ത്തി അടിച്ചാണോ ഇനി ഏറിലേക്കാണോ എനിക്കറിയത്തില്ല. അയ്യോ വേറൊരാളുണ്ട് എക്സ്പ്രഷൻ കിങ് സൽമാൻ. സൂപ്പർ എക്സ്പ്രഷൻ. നല്ലോണം അഭിനയിക്കും. എടാ സൽമാൻ കൊള്ളാം കേട്ടോ. പിന്നെ അങ്ങോട്ട് തെറ്റിക്കും. ഡയലോഗ്സ് തെറ്റിക്കുന്ന ആരാ? ഡയലോഗ്സ് ഞാൻ തെറ്റിക്കും. ഞാനും തെറ്റിക്കും. എല്ലാരും തെറ്റിക്കും. തെറ്റിക്കാൻ നമ്മൾക്ക് സമയം ഉണ്ടെങ്കിൽ നമ്മൾ കളിച്ച് അങ്ങ് ഇരിക്കും. രസമാണ് ഷൂട്ട് ചെയ്യാം. സമയം ഇല്ലെങ്കിൽ പിന്നെ തെറിവിളി വേളമൊക്കെ ആയിരിക്കും. സമയം ഇല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ നിങ്ങളിൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആർക്കാ? അങ്ങനെയൊന്നുമില്ല. അങ്ങനല്ല, ഒരു ലിമിറ്റ് ഉണ്ട്. അത് കുറെ നേരം ആകുമ്പോഴത്തേനും സമയമൊക്കെ കുറെ ടൈം ആയി കഴിഞ്ഞാൽ സമയം കുറേ ആവും. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യണം. അപ്പം കുറേ കാര്യങ്ങൾ എടുക്കട്ടെ. അപ്പം നമ്മൾ കുറച്ച് നേരം കൂടെ ഇങ്ങനെ ലാഗ് അടിച്ച് നിൽക്കുമ്പോഴത്തേനും ഇവർ കുറച്ചും കൂടി പ്രഷറാകും. തീർക്കണം ചെയ്യണ്ടേ. പിന്നെ ദേഷ്യപ്പെടാൻ എല്ലാം എടുക്കുക. വള്ളി വലിക്കാനും ഇടിയുണ്ടാക്കാനും. ഡയറക്റ്റ് ചെയ്യുന്നത് അങ്ങനൊന്നുമില്ല. സൂപ്പർ ഡയറക്ടറാണ്. പിന്നെ ശ്യാം അത്യാവശ്യം മീൻസ് ഇങ്ങനെ പോയ സാധനം പോത്തില്ല. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ശ്യാം അത്രയും വേണ്ട. ഇച്ചിരി കുറെ ഡയലോഗ് ലെങ്ത് വരും. അത് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല.
ഷൂട്ടായിരുന്നു ശ്യാമ കൂടെ വരണമായിരുന്നല്ലേ? ശ്യാമയെ ഒരു സ്പേസ് ഉണ്ടായിരുന്നെങ്കിൽ ഇരുന്നായിരുന്നു. കാരണങ്ങളെ അവിടെ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ആളെ പിക്കാൻ പോയേക്ക ഇപ്പം അത് നടക്കണമെന്നുള്ള അവസ്ഥ അപ്പൊ അങ്ങനെ ആ ഗെയിം കഴിഞ്ഞു. തീർത്തും ഓരോരുത്തർക്കും എനിക്കതിൽ ശ്യാമാണ് കൂടുതലും കുറെ കാര്യങ്ങൾ നിങ്ങൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നതെന്ന് തോന്നുന്നു. ഏകദേശമൊക്കെ